ഹർഷ ഭോഗ്ലെയുടെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ലോർഡ്സിൽ സെഞ്ചുറി അടിച്ചിട്ടില്ല. അത് ആരുടെ നഷ്ടമാണ്? സച്ചിന്റെയോ അതോ ലോർഡ്സിന്റെയോ? സമാനമായ ചോദ്യം ഇവിടെയും ഉന്നയിക്കാം. ഇത്രയും കാലത്തെ കിരീട വരൾച്ച സത്യത്തിൽ ആരുടെ നഷ്ടമായിരുന്നു? വിരാട് കോഹ്ലിയുടെയോ അതോ IPLന്റെയോ? IPL കിരീടം വിരാട്ടിനെ നേടിയിരിക്കുന്നു. അതാണ് ശരി, അത് മാത്രമാണ് ശരി. ഈ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഞാൻ എല്ലാം നൽകി. എന്റെ ചെറുപ്പം, എന്റെ പ്രതാപം, എന്റെ പരിചയ സമ്പത്ത്, അങ്ങനെയെല്ലാം. നീണ്ട 18 വർഷത്തിന്റെ കണ്ണീരും കിനാവും കലർന്ന പോരാട്ടത്തിന്റെ പ്രതീക്ഷയുടെ, ഹൃദയവേദനയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അയാൾക്ക് കിരീടം. ലോക ക്രിക്കറ്റിന്റെ കിരീടവും ചെങ്കോലും അണിഞ്ഞ രാജാവിന് IPL കിരീടം 3 വട്ടം കയ്യെത്തും ദൂരത്ത് വീണുടഞ്ഞപ്പോൾ ആ കിരീടത്തിന് വേണ്ടി ആരാധകർ കാത്തിരുന്നത് നീണ്ട 18 വർഷങ്ങളാണ്. മഞ്ഞും മഴയും വെയിലും എത്രയോ പൊടിഞ്ഞു വീണെങ്കിലും RCB എന്ന ടീമിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചത് ആ ഒരൊറ്റ പേര് തന്നെ, വിരാട് കോഹ്ലി. IPLന്റെ ചരിത്രത്തിൽ 8661 റൺസുമായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റ്സ്മാനായി അയാൾ ബഹുദൂരം മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള രോഹിത്തിന്റെ സമ്പാദ്യം 7064 റൺസ് ആണെന്നുള്ളത് ശ്രദ്ധേയമാണ്. 8 IPL സെഞ്ചുറിയും 63 ഫിഫ്റ്റിയുമായി 132 സ്ട്രൈക്ക് റേറ്റുമായി IPL എന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ രാജാവായ അയാളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇനിയും ഈ കിരീടത്തിന് കഴിയുകയില്ല. 22ാമത്തെ വയസ്സിൽ ലോകകപ്പും 24ാമത്തെ വയസ്സിൽ ചാമ്പ്യൻസ് ട്രോഫിയും ഉയർത്താൻ ഭാഗ്യം ലഭിച്ച അയാളിൽ നിന്നും IPL കിരീടം പലവട്ടം തെന്നിമാറിപ്പോയപ്പോഴും കാലത്തിൻ്റെ കാവ്യനീതി പോലെ അയാളുടെ ജേഴ്സി നമ്പർ 18 എന്ന പോലെ നീണ്ട 18 വർഷത്തിന് ശേഷം ആ കിരീടത്തിൽ അയാൾ ചുംബിച്ചു. 2025 IPL ഫൈനൽ അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. വിരാട് കോഹ്ലി ബൗണ്ടറിയുടെ സമീപത്ത് ഫീൽഡ് ചെയ്യുകയായിരുന്നു. RCBയുടെ വിജയം ഉറപ്പായി കഴിഞ്ഞിരുന്നു. വേലിയുടെ പുറത്തു നിന്നിരുന്ന AB de Villiersനു നേർക്ക് വിരാട് വിരൽ ചൂണ്ടി. വിരാട് പറയാതെ പറഞ്ഞതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. ഡിയർ AB, ഈ കിരീടം നിങ്ങളുടേത് കൂടിയാണ്. RCBയുടെ ജയം പൂർത്തിയായപ്പോൾ വിരാട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് അയാൾ ഡി വില്ലേഴ്സിനെ വാരിപ്പുണർന്നു. ഡി വില്ലേഴ്സ് RCB ജേഴ്സി ധരിച്ചു. അതിവൈകാരികമായ നിമിഷങ്ങൾ. അതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ഓർമ്മകൾക്ക് 9 വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചെന്നിരിക്കണം. 2016 IPLലെ കൊൽക്കത്ത ബാംഗ്ലൂർ മത്സരമാണ് മനസ്സിൽ തെളിഞ്ഞത്. ഒരു ക്യാച്ച് ഡൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിരാട്ടിൻ്റെ ഇടതുകൈയിന് പരിക്കേറ്റു. മത്സരശേഷം വിരാട് പറഞ്ഞു, എൻ്റെ കയ്യിൽ തുന്നലുകൾ ഇടേണ്ടി വന്നാലും കുഴപ്പമില്ല. RCB പ്ലേ ഓഫിൽ പ്രവേശിക്കുക എന്നതാണ് പ്രധാനം. RCBയുടെ അടുത്ത മത്സരം പഞ്ചാബിനെതിരെയായിരുന്നു. ഇടതുകരത്തിൽ 9 സ്റ്റിച്ചുകളുമായി പോരിനിറങ്ങിയ വിരാട് 50 പന്തുകളിൽ നിന്ന് 113 റൺസ് അടിച്ചുകൂട്ടി. ബാംഗ്ലൂർ 82 റൺസിൻ്റെ കൂറ്റൻ വിജയവും നേടി. അക്കാര്യം ആലോചിക്കുമ്പോൾ ഇന്നും രോമാഞ്ചമുണ്ടാവാറുണ്ട്. 2016 വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ഫോം സമാനതകളില്ലാത്തതായിരുന്നു. അയാളുടെ ഇടതുവലതുമായി AB de Villiersസും ക്രിസ് ഗെയിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വപ്ന സംഘത്തിന് ഫൈനലിൽ കാലിടറി. വിരാട്, ഗെയിൽ, AB ത്രയം ട്രോഫി അർഹിച്ചിരുന്നു. ക്രിക്കറ്റ് ഒരു ക്രൂരമായ ഗെയിമാണെന്ന് ചിലപ്പോൾ തോന്നും. കരൺ ശർമ്മ പല ടീമുകളിലായി പലതവണ IPL ട്രോഫി വിജയിച്ചു. പക്ഷേ ഇതിഹാസ താരമായ വിരാട്ടിന് ഒരിക്കൽ പോലും പിടി നൽകാതെ ആ കനക കിരീടം മാറി നിൽക്കുകയായിരുന്നു. അതിനെ അനീതി എന്നല്ലാതെ വേറെന്ത് വിശേഷിപ്പിക്കാനാണ്? 2008 അണ്ടർ-19 ലോകകപ്പ് വിജയിച്ച നായകനായിരുന്നു വിരാട്. അതിനു പിന്നാലെയാണ് ആദ്യ IPL താരലേലം വന്നത്. തലസ്ഥാന നഗരത്തിൻ്റെ സന്തതിയായിരുന്ന വിരാട്ടിനെ ഡൽഹി ഡെയർഡെവിൾസ് സ്വന്തമാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഡൽഹി പ്രദീപ് സ്വാങ്ഖാനു വേണ്ടിയാണ് പണമെറിഞ്ഞത്. അങ്ങനെയാണ് വിരാട് ബാംഗ്ലൂർ ക്യാമ്പിലെത്തിയത്. പിന്നീട് വിരാട് വെളിപ്പെടുത്തി, ബംഗളൂരു എൻ്റെ രണ്ടാമത്തെ വീടല്ല, അത് എൻ്റെ വീട് തന്നെയാണ്. നീണ്ട 18 വർഷങ്ങൾ വിരാട് ഒഴുക്കിയ അസംഖ്യം വിയർപ്പ് തുള്ളികൾ, നേരിട്ട അപമാനങ്ങളും ട്രോളുകളും എല്ലാറ്റിനും അവസാനമായിരിക്കുന്നു. K-File ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.